കണ്ടത് കിളിക്കൂടിൻ്റെ മറ്റൊരു അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ സുധീഷിനോട് നികേഷിൻ്റെ അമ്മേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അടുത്ത ദിവസം നിധി രാവിലെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ദിവ്യ സിദ്ധാർത്ഥ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സിദ്ധാർത്ഥിനെ കാണാനായിട്ട് സിദ്ധാർത്ഥൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് നിധിയുടെ കയ്യിലേക്ക് ഒരു പ്രോജക്റ്റിൻ്റെ ഫയൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്യാൻ പറയണം. നിധിയാണെങ്കിൽ അതവിടെ വെച്ചിട്ട് എല്ലാ പേപ്പേഴ്സും നോക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയാണെങ്കിൽ ഇതൊരു വലിയ പ്രോജക്റ്റ് ആണല്ലോ, ഈ പ്രോജക്റ്റ് സിദ്ധാർത്ഥാണോ ചെയ്യുന്നത്, ഞാനിതിൽ സിദ്ധാർത്ഥനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണോ എനിക്ക് ഈ ഫയൽസ് തന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സിദ്ധാർത്ഥ് പറയണം നോ, നിധി ഈ പ്രോജക്റ്റ് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്, പക്ഷേ നിധി ഇതിൽ അസിസ്റ്റൻ്റ് അല്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിധിക്ക് സങ്കടം വന്നിട്ടുണ്ടോ. നിധി പറയണം, അയ്യോ സിദ്ധാർത്ഥ് ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ, ഈ പ്രോജക്റ്റിൽ ഞാൻ സിദ്ധാർത്ഥിനെ അസിസ്റ്റ് ചെയ്തോട്ടെ പ്ലീസ്, എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. സിദ്ധാർത്ഥ് പറയണം, നിധി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രോജക്റ്റിൽ നിധി അസിസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ, ഈ പ്രോജക്റ്റ് തന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നിധിയാന്ന് പറയാം കേട്ടോ. നിധിയാണെങ്കിൽ ഇങ്ങനെ ഷോക്കാവുകയാണ്. എന്താ ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്യാനോ, 25 കോടി രൂപയുടെ പ്രോജക്റ്റല്ലേ ഇത്, അപ്പോൾ ഇങ്ങനൊരു ലക്ഷറീസ് ആയ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് ശരിക്കും പറഞ്ഞതാണോ? അപ്പോൾ സിദ്ധാർത്ഥ് പറയണം, അതേ നിധിക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട്, തനിക്ക് അതിന് സാധിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് നിധിയെ ഏൽപ്പിച്ചത്. സാധാരണ ന്യൂ ജോയിനീസിൽ നിന്നും ഞാൻ ഇത്തരം പ്രോജക്റ്റ് കൊടുക്കാറില്ല, ഇത്തരം വലിയ പ്രോജക്റ്റുകളെല്ലാം ഞാൻ തന്നെയാണ് എടുത്ത് ചെയ്യാറ്, എനിക്ക് നിധിയിൽ എല്ലാ വിശ്വാസവും ഉണ്ടെന്ന് പറയണം. അപ്പോൾ നിധിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് താൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്ക് ശരിക്കും ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ സിദ്ധാർത്ഥിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണെങ്കിൽ, പക്ഷേ സമയം വളരെ കുറവാണ് നിധി, അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഡിസൈന് പൂർത്തിയായി കിട്ടണമെന്നാണ് പറയുന്നത്. പിന്നെ നിധിക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. അങ്ങനെ നിധി സന്തോഷത്തോടെ തൻ്റെ പ്ലേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദിവ്യയാണെങ്കിൽ സിദ്ധാർത്ഥ എന്തിനാൻ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, 25 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് എന്നോട് ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ ഫയൽസ് തരാനാണ് വിളിച്ചത്. അപ്പോൾ ദിവ്യയാണെങ്കിൽ ആ ഫയൽ വാങ്ങി നോക്കിയിട്ട് പറയാണ്, ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരാൾക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കൊടുക്കുന്നത്, സാധാരണ ഇത്രയും വലിയ പ്രോജക്റ്റൊക്കെ സിദ്ധാർത്ഥ തന്നെ ചെയ്യാറ് പതിവ്, നമ്മളോട് ഫൈനൽ ഡിസൈനിൽ എന്തെങ്കിലും സഹായം മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഈ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുന്നത്, എന്താ ദിവ്യ, എന്താ ഒരു കമൻറ്റ്? അപ്പോൾ ദിവ്യ പറയാണ്, കമൻറ്റൊന്നുമല്ല, നിധി ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമായിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥ ആണെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് നിധിയാണെങ്കിൽ സന്തോഷത്തോടെ ആ ഫയൽസൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥാണെങ്കിൽ കുറച്ച് നേരം നിധിയെ നോക്കിയിരുന്നിട്ട് നിധിയോട് ചോദിക്കണം, നിധി ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിധി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിധിയാണെങ്കിൽ ഒരിപ്പോൾ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയണേ, തെറ്റിദ്ധരിക്കണ്ട, നിധി അരികിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ദിവ്യ പറയണ, നിധി എന്താ തൻ്റെ പെർഫ്യൂം ഏതാണെന്ന് ഒരു ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ സിദ്ധാർത്ഥിന് തന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ നിധി പറയണേ, ദിവ്യ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. എന്നിട്ട് നിധി പറയുന്നുണ്ട്, ഞാൻ പെർഫ്യൂംസ് ചെന്ന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ദിവ്യ പറയണം, അപ്പം നിൻ്റെ നാച്ചുറൽ സ്മെല്ല് തന്നെ സിദ്ധാർത്ഥിന് ഇത്രയേറെ ഇഷ്ടമാണോ? എന്തായാലും സിദ്ധാർത്ഥിന് തന്നോടൊരു ഇഷ്ടമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, അത് നിധിക്കാണെങ്കിൽ അത്ര ഇഷ്ടമാവുന്നില്ല ആ കമൻസും സിദ്ധാർത്ഥ് ചോദിച്ചു തോന്നും.